ബീഫ് വറുത്തത്. ആവശ്യമുള്ള സാധനങ്ങൾ: 250 ഗ്രാം ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത്, ഒരു വലിയ സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, വേപ്പില, മുളക് പൊടി ആവശ്യത്തിന്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ചെറിയ സവാള വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത്, ചതച്ചെടുത്ത വെളുത്തുള്ളി. നമുക്ക് ആദ്യം തന്നെ ബീഫിനെ വേവിച്ചെടുക്കാം. ബീഫും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയിൽ നിന്ന് പാതി ഇഞ്ചി ഇപ്പിടുക. ഞാന് കുറച്ച് സവോള എടുത്തിട്ട് ഇപ്പോൾ ഇറച്ചി വേവിക്കുമ്പോൾ ഇടാം. മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് വേവ് കൂടുതലുള്ള ബീഫാണ് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് ബീഫ് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ഇനി ഇത് വെന്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ നമുക്കിതിനെ വറുത്തെടുക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ബീഫിൽ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇറച്ചിയിൽ നമുക്ക് വറക്കാം. നമുക്ക് ഇറച്ചി വറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് സവോള ഇടാം. ഇഞ്ചി ചേർത്ത് ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ചേർക്കാം. വേപ്പിൻ്റെ ഇല, സവാള നന്നായിട്ടൊന്ന് മുരിയുന്ന വരെ നമുക്കൊന്ന് വഴറ്റാം. സവാള നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് നന്നായിട്ടൊന്ന് മൊരിച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. ഇതിനകത്ത് നമ്മൾ വേറെ മസാലപ്പൊടിയൊന്നും ചേർക്കണില്ല. പെരിഞ്ജീരകത്തിൻ്റെ പൊടി മാത്രമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. നമുക്ക് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഇറച്ചിനെ നന്നായിട്ടൊന്ന് വറുക്കാം.
അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വലിയ കഷ്ണമായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നന്നായിട്ട് മുരിഞ്ഞ ഇറച്ചിയിലൂടെ നമ്മൾ ഈ പച്ച സവോള കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും.